ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ മാധ്യമങ്ങളെ കാണും. ഒരു ദിവസം കഴിഞ്ഞ ശനിയാഴ്ച DMയുടെ നേതൃത്വത്തിൽ അവിടെ പല സ്ഥലങ്ങളിലും പരിശോധിച്ചു, കണ്ടില്ല. അതിനുശേഷം പക്ഷെ ഒരു ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റിന്റെ റൂമിൽ കയറി ഒന്ന് നോക്കണം എന്ന് പറഞ്ഞതനുസരിച്ച് പ്രിൻസിപ്പളായ ഞാൻ അവിടെ പോയി. അവിടെ ഒരു ഉപകരണം കാണുകയുണ്ടായി. അന്ന് എൻ്റെ സുഹൃത്തായ എൻ്റെ സഹപ്രവർത്തക ഡോക്ടർ ടോണി എൻ്റെ അരികെ തന്നെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഡോക്ടർ ടോണി എൻ്റെ കൂടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഞാൻ പോയത്. അദ്ദേഹം എനിക്ക് ഒരു ഇൻസ്ട്രുമെൻ്റ് കാണിച്ചു തന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ പരിപൂർണമായിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിക്കൊണ്ട് ഒരു വിശദമായ പരിശോധന നടത്തണം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഇന്നലെ ഞങ്ങൾ വീണ്ടും ആ റൂമിലോട്ട് കയറുകയുണ്ടായി. ആ സമയത്ത് എൻ്റെ സഹപ്രവർത്തകനായ ഡോക്ടർ സാജു ഉണ്ടായിരുന്നു. അതോടുകൂടി തന്നെ ഡോക്ടർ ടോണി ഉണ്ടായിരുന്നു. പിന്നെ DME പോലുള്ളതായ ഒഫീഷ്യൽസും ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ ഒരു ഉപകരണം കണ്ടു, അത് പരിശോധിച്ചു. ഞങ്ങൾ ഒരു വിധത്തിൽ ഒരു സെറ്റ് ചെയ്യുന്ന സമയത്താണ് ചെറിയൊരു സംശയം, അവിടെ വേറൊരു ബോക്സും കൂടി ഇരിക്കുന്നു. പക്ഷേ ആ ബോക്സ് മിനിഞ്ഞാന്ന് കണ്ടില്ലായിരുന്നു. അങ്ങനെ ഒരു ബോക്സും കൂടെ കണ്ടപ്പോൾ അതും കൂടെ നോക്കിയപ്പോൾ അതിൽ ചെറിയ രീതിയിലുള്ള ബില്ലുകളും കാര്യങ്ങളും കണ്ടപ്പോൾ അതിൽ എന്തോ അസ്വാഭാവികത ഉണ്ട് എന്ന് തോന്നുകയും അങ്ങനെയാണ് വിശദമായിട്ട് ആ റൂം പരിശോധിക്കാൻ വേണ്ടിക്കൊണ്ട് വീണ്ടും ഞങ്ങൾ കുറച്ച് നേരം ഇരിക്കുകയും അതിനുശേഷം ഞങ്ങൾ നോക്കുകയും അതിനെപ്പറ്റി മനസ്സിലാക്കി പരിശോധിച്ച് ശരിയായ രീതിയിൽ റിപ്പോർട്ട് സർക്കാരിന് നൽകണം എന്നുള്ള ഉദ്ദേശത്തിലാണ് അത് ഇന്നലെ അവസാനിപ്പിച്ചത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ സ്ഥാപനത്തിൻ്റെ ആശുപത്രി സംബന്ധ കാര്യം നിങ്ങൾക്ക് സംസാരിക്കാൻ വല്ലതും ഉണ്ടെങ്കിൽ സൂപ്രണ്ട് എൻ്റെ ഇരിയത്തിരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ചോദിക്കാം. എനിക്ക് പറയാനുള്ളത് ഇതൊരു വലിയ സ്ഥാപനമാണ്, നിങ്ങളുടെയും എൻ്റെയും എല്ലാവരുടെയും സ്ഥാപനമാണത്. അത് നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ടതും നല്ല രീതിയിൽ പ്രവർത്തിക്കേണ്ടതും എല്ലാവരുടെയും ആവശ്യമാണ്. അതിനു വേണ്ടിക്കൊണ്ട് മാധ്യമ സുഹൃത്തുക്കളും പൊതുജനങ്ങളും സഹകരിക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് പ്രിൻസിപ്പൽ എന്ന നിലയിൽ. ഞാൻ നിർത്തട്ടെ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാണ്ട് വളരെ ഹെൽത്തിയായി ആരോഗ്യപരമായ രീതിയിൽ നമുക്ക് സംസാരിക്കാം. ഓരോരുത്തരും അല്ല മോളെ, അങ്ങനെയല്ല. ആദ്യത്തെ ദിവസം നോക്കുന്നത് വാർഡുകൾ തിയേറ്റർ ഭാഗങ്ങളായിരുന്നു. HOD റൂം പരിശോധിച്ചില്ല. അങ്ങനെയാണ് ഇന്നലെയല്ല മിനിഞ്ഞാന്ന് HOD റൂം പരിശോധിക്കണം എന്ന് പറഞ്ഞ് ഞാൻ പോയത്. ഞാൻ ഒരു സർജിക്കൽ സ്പെഷ്യലിസ്റ്റ് അല്ല. അപ്പം ഞാൻ 1-2 സ്ഥാനം എനിക്ക് കാണിച്ചു എന്ന് ടോണി എന്നോട് പറഞ്ഞു. അവിടെ ഒരു ഇതിലൊക്കെ എഴുതി വെച്ചിട്ടിരിക്കുന്നു. ടോണി പറഞ്ഞു അതാണ് എന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും പറഞ്ഞു ഇതെനിക്കറിയില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിക്കൊണ്ട് നമുക്ക് അതിനെപ്പറ്റി അറിയുന്നവർ സംസാരിക്കണം, അല്ലെ നോക്കണം എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇന്നലെ ഒരു സർജൻ ടീമോ ഇവരിൽ പലരും സർജൻസാണ്. അപ്പോൾ അതുകൊണ്ട് ആണ് രണ്ടാമത് ഇന്നലെ പരിശോധന നടത്തുന്നത്. ഓരോരുത്തർ പ്ലീസ്. ഒരു കാണാത്ത സാധനം രണ്ടാമത്തെ ദിവസം കണ്ടു. വിശദമായ പരിശോധന അതിലൊരു അസ്വാഭാവികത ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് വിശദമായി പരിശോധിച്ചു. അപ്പോഴാണ് ആ പരിശോധനയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ആദ്യ ദിവസം പരിശോധിക്കുമ്പോൾ ആ പെട്ടി അവിടെ ഉണ്ടായിരുന്നില്ലേ? വലിയ പെട്ടിയില്ലായിരുന്നു. ഒരു ചെറിയൊരു പെട്ടിയിലാണ് ഈ സോക്കോൾ ഈ ഇൻസ്ട്രുമെന്റ് ഇരിക്കുന്നതായിട്ട് ഞാൻ കണ്ടത്. മറ്റേ ഒരു വലിയ പെട്ടി അവിടെ ഇല്ലായിരുന്നു. സെക്കൻഡ് ഡേയിൽ അത് വന്നു, അതവിടെ കണ്ടു. അതാണ് പറഞ്ഞത്. നമുക്ക് അതിനെപ്പറ്റി അന്വേഷണം നടത്തണം. എല്ലാവരും കൂടെ സംസാരിക്കാം. പിന്നീട് പോയി നടത്തിയ പരിശോധനയിൽ ഉപകരണം കണ്ടെത്തി. അപ്പോൾ ആ കണ്ടെത്തിയ ഉപകരണം നേരത്തെ ഉണ്ടായിരുന്ന ഉപകരണമല്ല, പുതിയ ഉപകരണമായിരുന്നു എന്നതാണോ ഇതിന്റെ? അതിനെപ്പറ്റി ഞാൻ പറഞ്ഞത് കുറച്ചുകൂടി അത് നോക്കിയാൽ ഒരു സെക്കൻഡ് മോനെ. അതിനുശേഷം നമുക്ക് അത് നോക്കേണ്ടിയിരിക്കുന്നു. അതാണോ ഇതൊക്കെ നോക്കേണ്ടത്? അതാണ് പറഞ്ഞത്. നമുക്ക് കുറച്ച് ഒരു ബില്ലിൽ എഴുതി വന്നിട്ടുണ്ട്. അതിൽ എഴുതിയിട്ടുള്ള എന്താണ് മോസിലോസ്കോപ്പ് എന്നാണ്. അത് 2-ാം തീയതി എന്നാണ്. 2-ാം തീയതി 2 ഓഗസ്റ്റ് 2-നാണ് അവിടെ എഴുതി ബില്ലിൽ വന്നിട്ടുള്ളത്. അപ്പൊ അതാണ് ഒരു ക്ലിയർ ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. അതിൽ വേറെ ചെറിയ ബോക്സിൽ എന്താണെന്ന് ആദ്യ പരിശോധനയിൽ നോക്കിയിരുന്നു. ആദ്യ ദിവസം ഞാൻ കണ്ടു. ഞാൻ പറഞ്ഞല്ലോ അത് ഞാൻ പറഞ്ഞല്ലോ എനിക്കത് അറിയില്ല. അപ്പൊ ഞാൻ എന്ത് എന്ന് വെച്ചാൽ എൻ്റെ സുഹൃത്തിനോട് ചോദിച്ചു. അതിൽ എഴുതി വെച്ചിട്ടുണ്ട്, അതിൽ താഴെ എഴുതി വെച്ചിട്ടുണ്ട്. അതുണ്ട്. അതാ മോസിലോസ്കോപ്പ്. ഞാൻ അല്ല, അന്ന് ഞാൻ രണ്ടാമത്തെ പരിശോധന അന്ന് പ്രത്യേകിച്ചൊന്നും കണ്ടില്ല അവിടെ.
ആ വാർഡിൽ ആ റൂമിൽ പരിശോധിച്ചിട്ടില്ല. സാർ, ഈ പുതിയ ബോക്സിൽ എന്താണുള്ളത്? പുതിയ റൂമിൽ എപ്പോഴാണ് പരിശോധിച്ചപ്പോൾ അത് ആദ്യത്തെ പരിശോധനയാണോ? അല്ല, രണ്ടാമത്തെ പരിശോധന. ഡോക്ടർ ഹാരിസിന്റെ മുറി എത്ര തവണ പരിശോധിച്ചിട്ടുണ്ട്? 2 തവണ. ആദ്യത്തെ പരിശോധന ആദ്യത്തെ പരിശോധനയിൽ നിങ്ങൾ ഈ മോസിലോസ്കോപ്പ് അത് സാറാണ് പോയത്. സാറ് മോസിലോസ്കോപ്പ് കണ്ടെത്തിയിട്ടില്ല. മാഡം, രണ്ടാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിഞ്ഞാന്നാണ് ഞാൻ പോകുന്നത്, മനസ്സിലാവുണ്ടല്ലോ. ആ മിനിഞ്ഞാന്ന് അവിടെ ഒരു ഉപകരണമുണ്ട്, അതിന്റെ താഴത്ത് മോസിലോസ്കോപ്പ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ക്ലിയർ അല്ലേ? എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഐഡന്റിഫൈ ഉള്ള ബോധം എനിക്കില്ല. ഒരു പ്രിൻസിപ്പളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് എല്ലാം അറിയണമെന്നൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് DM'യോട് പറഞ്ഞു, സാർ ഒരു സാധനം ഞാൻ കണ്ടു, അതിൻ്റെ വിശദമായിട്ട് ഒരു സർജൻ ടീമും ടെക്നിക്കൽ ടീമും, അതുകൊണ്ടാണ് ഇന്നലെ പരിശോധിച്ചത്. അതായത് ആദ്യം പരിശോധിച്ചപ്പോൾ ഒരു ചെറിയ ബോക്സ് ആണ് ഉണ്ടായിരുന്നത്. അതെ, ആ ചെറിയ ബോക്സിൽ മോസിലോസ്കോപ്പ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ബോക്സിന്റെ മുകളിലല്ല, ഈ സാധനം ഇതാണെന്ന് കരുതാം, ഇൻസ്ട്രുമെന്റ് അതിന്റെ താഴെ അല്ലേ ടോണി? അങ്ങനെയല്ലേ? ഒരു പേപ്പറിന്റെ താഴെ മോസിലോസ്കോപ്പ് എന്ന് എഴുതിയ. അപ്പൊ എനിക്കറിയില്ല. അതിന്റെ കൂടെ അപ്പൊ ബില്ല് ഉണ്ടായിരുന്നില്ല. ഇല്ല, ഈ ബില്ല് അവിടെ ഉണ്ടായിരുന്നു. ഇല്ല. രണ്ടാം പരിശോധനയിലാണ് വലിയ ബോക്സും ബില്ലും കണ്ടത്. അതെ. ഈ ബോക്സിൽ മോസിലോസ്കോപ്പ് ഉണ്ടായിരുന്നു, അത് തുറന്നു നോക്കി. അതിന്റെ ഉള്ളിൽ മോസിലോസ്കോപ്പ് ഇല്ല. അതിൽ കണ്ടത് വേറെ എന്താണ് അതിന്റെ പേര്? നെഫ്രോസ്കോപ്പ് എന്നാണ് എഴുതിയിട്ടുള്ളത്. രണ്ടാം പരിശോധന, രണ്ടാമത്തെ ഇന്നലത്തെ പരിശോധനയിൽ. അത് ആദ്യ പരിശോധന. രണ്ടാമത്തെ അല്ല, കറക്റ്റ് ചെയ്യണം, മൂന്നാമത്തെ പരിശോധന. ഈ മൂന്നാം പരിശോധനയിൽ കണ്ട ബോക്സ് ഏറ്റവും അവസാനമായി നമ്മൾ കണ്ടതാണ്. അതെ.